വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീൻ ഡോക്ടർ MK നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R കാന്തനാഥിനും സസ്പെൻഷൻ. വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണം തള്ളിയാണ് VC ഡോക്ടർ PC ശശീന്ദ്രൻ ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. നടപടിയെ സ്വാഗതം ചെയ്ത സിദ്ധാർത്ഥിന്റെ കുടുംബം ഇരുവർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ദിവസങ്ങളായുള്ള ആവശ്യമാണ് നടപ്പായത്. യൂണിവേഴ്സിറ്റി ഡീൻ MK നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥിനെയും നീക്കണമെന്ന് മന്ത്രി J ചിഞ്ചുറാണി നിർദ്ദേശിച്ചെങ്കിലും നടപടികൾ വൈകി. ഇന്നലെ VC നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ന് രാവിലെയാണ് ഇരുവരും മറുപടി നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന വിശദീകരണം തള്ളിയ VC ഉച്ചയോടെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി. സംഭവത്തിൽ രണ്ടുപേർക്കും വീഴ്ചയുണ്ടായെന്ന് മന്ത്രി J ചിഞ്ചുറാണി റിപ്പോർട്ടറിനോട്. അതിൽ വാർഡന്റെ കയ്യിൽ നിന്ന് കുറ്റമുണ്ടായി എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ ബേസിലാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെയും ഈ അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇരുവരെയും കേസിൽ പ്രതി ചേർക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് പോലീസാണെന്നും മന്ത്രി പറഞ്ഞു. ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ഇരുവർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്. അപ്പോൾ ഡീൻ അവിടെ പകുതി ആരാച്ചാര പണിയല്ലേ ചെയ്തത്. ഡിസ്മിസ് ചെയ്ത് മാറ്റി നിർത്തണം. അത് കഴിഞ്ഞ് കൊലക്കുറ്റത്തിൽ പുള്ളി അത് കേസ് വിചാരണ നേരിടുക തന്നെ വേണം. അതിൽ കുറഞ്ഞ് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇത് വെറുതെ ആരോപണമല്ല, ഇത് തന്നെ വേണം. നടപടിയെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷം ഡീനിനെ കേസിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കും വരെ സമരം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.